ജാമ്യം കിട്ടാൻ മാപ്പ് പറഞ്ഞു, എന്നിട്ടും നടന്നില്ല. അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെ. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പരാതിക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ചീഫ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് ശരിയല്ലെന്ന് വ്യക്തമാക്കിയ കോടതി പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിക്കളയാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടി. രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ നിർണായകമായി. പീഡനത്തിന് ഇരയായ പെൺകുട്ടികളെ രാഹുൽ ഈശ്വർ ആദ്യമായല്ല മോശമായി ചിത്രീകരിക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കേസുകൾ രാഹുലിനെതിരെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഈശ്വർ സ്ഥിരമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ ജാമ്യം നൽകിയാൽ പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ ഈശ്വർ ഒരു ഘട്ടത്തിൽ പോലും യുവതിയുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. രാഹുലിന്റെ വീഡിയോയിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളിയിരുന്നു. കുറ്റം നിസ്സാരമായി കാണാനാകില്ലെന്നും ലൈംഗിക ചുവയോടെ അതിജീവതയെ അധിക്ഷേപിച്ചെന്ന കുറ്റത്തിൽ കഴമ്പുണ്ടെന്നും കോടതി വിലയിരുത്തി. തുടർന്ന് രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. പോസ്റ്റ് ചെയ്ത വീഡിയോ പിൻവലിക്കാൻ തയ്യാറാണെന്നുൾപ്പെടെ രാഹുൽ ഈശ്വർ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ കേസിൽ നടപടികൾ കടുപ്പിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി. അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ ആവശ്യം. നവംബർ 30-നാണ് അതിജീവതയുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനും രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. സൈബർ അധിക്ഷേപത്തിന് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്തായിരുന്നു അറസ്റ്റ്. അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് 1-ാം പ്രതി. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ 5-ാം പ്രതിയാണ്.